ജലീൽ പുനലൂരിനെ പോലെയുള്ള ന്യായീകരണ തൊഴിലാളികൾ വാക്ക് പൊട്ടിയ നേതാക്കന്മാരെന്ന് ബി.ജെ.പി വിളിച്ചാൽ ഈ അല്ല വീട്ടിൽ പോയി വിളിച്ചോ എന്ന് പറയാനേ സാധിക്കുള്ളൂ. വീട്ടിലിരിക്കുന്നവരോട് തോന്നുന്ന തോന്നലൊക്കെ അത് ബി.ജെ.പി നേതാക്കന്മാരോടാണ് തോന്നുന്നുണ്ടെങ്കിൽ അന്നെ വല്ല ചികിത്സയ്ക്ക് കൊണ്ടുപോകണമെന്ന് മാത്രമാണ് ജലീൽ പുനലൂർ എന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷത്തിന്റെ വൃത്തികെട്ട നാവിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ പറയുന്ന അവരോട് പറയാനുള്ളത്. എടോ ജലീലേ, ബി.ജെ.പിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തികൾ വക്കുപൊട്ടിയതാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ തന്റെ കണ്ണിന്റെ കുഴപ്പമാണ്. താൻ പോയി തന്റെ പാർട്ടി ഓഫീസിലേക്ക് AKG സെന്ററിലേക്ക് നോക്ക്. അവിടെ വക്കുപൊട്ടിയതുള്ളത് കൊണ്ടാണ് 2,78,00,000 രൂപയുടെ പ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ED ഉദ്യോഗസ്ഥർ വന്ന് അവിടെ ചർച്ച നടത്തിയത്. വക്ക് പൊട്ടിയോട്ടങ്ങൾ ഉള്ളത് കൊണ്ടാണ് ED ഉദ്യോഗസ്ഥർ വരുന്ന സമയത്ത് അന്വേഷണത്തിൽ കൃത്യമായിട്ട് അവർ നടത്തുന്ന സമയത്ത് അതിന് വിഷമം പൂണ്ട് ദുഃഖം പൂണ്ട് അവർക്ക് നേരെ കൊലപാതകത്തിന് വേണ്ടി തയ്യാറെടുത്തു വന്നത്. അത് വക്ക് പൊട്ടിയവന്മാരുടെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയ സംഘടനയാണ് ഇടതുപക്ഷം എന്നുള്ള രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നാട്ടിലുണ്ടെങ്കിൽ പോയി വിളിക്കടോ കട്ടവർമാർക്കെതിരെ വക്ക് പൊട്ടിയവരെന്ന്. ഉറക്കം വരുന്നു. അല്ലാണ്ട് കേരളത്തിനകത്ത് ഭാരതത്തിനകത്ത് കൃത്യമായി 12 കൊല്ലമായിട്ട് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നു ബി.ജെ.പി. ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിൽ കൃത്യമായി ബി.ജെ.പി ഭരിക്കുന്നു. അത് വക്കുപൊട്ടിയത് കൊണ്ടാണോ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ മുഴുവൻ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിയെ തെരഞ്ഞെടുത്തിട്ടുള്ളതും ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നതും ഏറ്റവും കൂടുതൽ MP മാരുണ്ടാകുന്നതും ഏറ്റവും കൂടുതൽ MLA മാരുണ്ടാകുന്നതും ഒക്കെ പിന്നെ താങ്കൾക്ക് അത് തോന്നും അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ എന്റെ സഭ്യമായ സംസ്കാരം അറിയിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ വാക്കോട് ഉപയോഗിക്കുന്നില്ല. താനക്ക് അത് പൊട്ടിയതും ഇത് പൊട്ടിയതായിട്ട് തോന്നും. അത് തന്റെ കുഴപ്പമാണ്. അത് ബി.ജെ.പിയുടെ നെഞ്ചത്തോട്ട് വരണ്ട കേട്ടോ. ജോൺ ജോർജ് കൊടുത്ത പരാതിക്കകത്ത് കൃത്യമായ കോടതിയുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതി അന്വേഷണം വെക്കേണ്ടതില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ കേസ് നിർമ്മാണത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ വരികയും ഉദ്യോഗസ്ഥർ അതിന്റെ അന്വേഷണം കൃത്യമായി നടത്തുകയും അന്വേഷണത്തിന്റെ ഭാഗം അതെന്റെ അടുത്ത് വേണ്ട, ഞാൻ പേടിക്കും. ചർച്ച നടത്തുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവരുടെ നെഞ്ചത്ത് കയറാൻ പോയ രാഷ്ട്രീയ ചെക്കുണ്ടല്ലോ കടിക്കണമെങ്കിൽ അത് ED ഉദ്യോഗസ്ഥരുടെ നെഞ്ചത്ത് നിരങ്ങിട്ടാവില്ല. ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. 2018 മുതൽ ഒരു പ്രവർത്തനവും ഈ കമ്പനി കേന്ദ്രീകരിച്ച് നടന്നിട്ടില്ല. അപ്പോൾ വീണ വിജയൻ IT ഫീൽഡിലുള്ള ആളാണ്, അതുകൊണ്ട് ഇങ്ങനെ കോടികൾ അക്കൗണ്ടിലേക്ക് മറിഞ്ഞുകൊള്ളും എന്നൊക്കെ താങ്കളെ ആരാണ് ഈ പറഞ്ഞു പഠിപ്പിച്ചു വിടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി.